ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ്. കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഉറുകുന്ന ഭൂസമരത്തിന് ഡിവൈഎഫ്ഐയുടെ പിന്തുണ. ആദ്യം പ്രധാന വാർത്തകൾ. പുനലൂരിൽ ലോറിക്കടിയിൽപ്പെട്ട് വൃദ്ധൻ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശി. കോടതി അനുവദിച്ചാലും ഭക്തരായ സ്ത്രീകൾ ശബരിമലയിൽ കയറില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. ആചാരാനുഷ്ഠാനങ്ങൾ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നും പ്രയാർ. KB ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. വികസന കാര്യങ്ങളിൽ MLAയുടെ അവകാശവാദം പൊള്ളയെന്നും CR. വാർത്തകൾ വിശദമായി. പുനലൂരിൽ ഇരുചക്ര വാഹനം ലോറിക്കടിയിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശി മരിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ പുനലൂർ താലൂക്ക് ആശുപത്രി ജംഗ്ഷനിലായിരുന്നു അപകടം. പുനലൂർ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ബുധനാഴ്ച രാവിലെ 11 മണിയോടെ ഇരുചക്രവാഹനം ലോറിക്കടിയിൽപ്പെട്ടാണ് തമിഴ്നാട് സ്വദേശിയും RPL കോളനിയിലെ താമസക്കാരനുമായ ചെല്ലതുരൈ മരണപ്പെട്ടത്. 62 വയസ്സായിരുന്നു. കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് ചരക്ക് കയറ്റാൻ പോയ ലോറിയുടെ അടിയിലേക്ക് ചെല്ലതുരൈ ഓടിച്ച ഇരുചക്രവാഹനം പെടുകയായിരുന്നു. ചെല്ലതുരയുടെ തലയിൽ കൂടി ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി. ഉടൻ തന്നെ മരണപ്പെട്ടു. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1.5 മണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകി വൃത്തിയാക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മാരിയമ്മയാണ് ചെല്ലതുരയുടെ ഭാര്യ. രാമചന്ദ്രൻ, ശാന്ത, രാമനാഥൻ, മലർ, ഭാഗ്യലക്ഷ്മി, വള്ളിയമ്മ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജ്യോതിഷത്തിന്റെ മറവിലെ തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിച്ച് KB ഗണേഷ് കുമാർ MLA. ഹരി പത്തനാപുരത്തിന്റെ വിശ്വാസം അതല്ല എല്ലാം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജ്യോതിഷത്തിന്റെ മറവിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന നടപടിക്കെതിരെ ഗണേഷ് കുമാർ MLA പ്രതികരിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് 21ാം നൂറ്റാണ്ടിൽ ഭാരതീയർ, പ്രത്യേകിച്ച് മലയാളികൾ, അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ നിന്ന് മോചിതനായിട്ടില്ല. ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കണം. ഏത് വിധത്തിലും പണം ഉണ്ടാക്കണം. അതിനെന്ത് വൃത്തികേട് ചെയ്യുന്നതിനും ഒരു മടിയും ആർക്കും ഇല്ലാത്തൊരവസ്ഥയാണ്. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴികളെക്കുറിച്ചാണ് ആളുകൾ ആലോചിക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, ഒരു ഗണിതമാണ്. 500-ന്റെ 1000-ന്റെ നോട്ടുകൾ ഹോമിക്കുന്ന തട്ടിപ്പുകാരുടെ കാലമാണ്. ഇവിടെ
ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണെന്ന്. കൊല്ലം നാണി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാലിന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് ഗണേഷ് കുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ ആശംസകൾ അർപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം ഹരിപത്തനാപുരത്തിന്റെ വിശ്വാസം അതല്ല എല്ലാം എന്ന പുസ്തകം സദസ്സിന് മുമ്പാകെ പരിചയപ്പെടുത്തി. മാധ്യമപ്രവർത്തകൻ KY സുനറ്റ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു റിജു, S. നിഖിൽ, സാംസ്കാരിക പ്രവർത്തകനായ രാജൻ കൈലാസ്, അബ്ദുൽ ലത്തീഫ് മൗലവി എന്നിവർ സംസാരിച്ചു. യുവ ജ്യോതിഷനും പുസ്തക രചയിതാവുമായ ഹരി പത്തനാപുരം നന്ദി പറഞ്ഞു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഉറുകുന്ന ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ഗണപതി പോച്ചിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനോട് ചേർന്ന് മഹാഗണപതി, ശ്രീകൃഷ്ണസ്വാമി, ഭക്തഹനുമാൻ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മമാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി ഗണപതി പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത്. ക്ഷേത്രം ജ്യോത്സ്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി ജയകുമാർ പോറ്റി, പാണ്ഡവൻപാറ ക്ഷേത്രം മേൽശാന്തി സോമൻ പോറ്റി എന്നിവരും പ്രതിഷ്ഠാകർമ്മത്തിന് കർമ്മികളായി. പ്രതിഷ്ഠാകർമ്മത്തിന് നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 12 വരെ ക്ഷേത്രത്തിൽ ഉത്സവവും ആറാട്ടും പൊങ്കാലയും നടക്കും. പ്രതിഷ്ഠാകർമ്മത്തിന് ക്ഷേത്രം ഭാരവാഹികളായ G. ബിജു, VL സുധാകരൻ, E. സുനിൽ, S. രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. ഉറുകുന്ന മുസ്ലിയാർ എസ്റ്റേറ്റിൽ KSKTUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DYFI നേതൃത്വത്തിൽ തെന്മല വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ DYFI കൊല്ലം ജില്ലാ സെക്രട്ടറി ബിജു ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് തെന്മല ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ DYFI പ്രവർത്തകരെ തെന്മല വില്ലേജ് ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ DYFI കൊല്ലം ജില്ലാ സെക്രട്ടറി ബിജു ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരായ ഭൂരഹിതരെ സർക്കാർ പറ്റിച്ചതിന്റെ നേർചിത്രമാണ് ഉറുകുന്നിലേതെന്ന് ബിജു പറഞ്ഞു. സാധാരണഗതിയിൽ ഭൂസമരങ്ങൾ എന്ന് പറയുന്നത് കയറിക്കിടക്കാൻ ഭൂമിയില്ലാത്ത മനുഷ്യർ അന്യായമായി ഭൂമി കൈവശം വച്ചിരിക്കുന്ന മുതലാളിമാരുടെ സ്വത്ത് കയ്യേറാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളാണ് കൂടുതലും ഭൂസമരങ്ങൾ. എന്നാൽ ഇതങ്ങനെയല്ല. ഒരു ഗവൺമെന്റ് ഒരു രാജ്യത്തെ, ഒരു നാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണ് പറ്റിക്കുന്നത് എന്ന് ഈ നാട്ടിന് മുമ്പാകെ ഉദാഹരണം കാണിക്കാൻ നമുക്ക് കഴിയുക ഈ ഉറുകുന്നിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയാണ്. 2013 സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ 299 ആൾക്കാർക്ക് പട്ടയം നൽകി. പട്ടയം നൽകിയാൽ അതിന്റെ അർത്ഥം അവർക്ക് ഭൂമി ലഭ്യമായി എന്നാണ്. എന്നാൽ അതിന്റെ അനന്തര നടപടികളിലേക്ക് പോകാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഈ വില്ലേജ് ഓഫീസിലെ അധികൃതർ തയ്യാറായില്ല. അവർക്കാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടും ഈ ഗവൺമെന്റ് സ്വീകരിച്ചില്ല. ഇതിന്റെ അർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പട്ടയം എന്ന ഒരു വ്യാജ പേപ്പർ മാത്രം നൽകി ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുക എന്ന നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ധർണയ്ക്ക് DYFI പൊന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി പ്രേം സിംഗ് സ്വാഗതം പറഞ്ഞു. DYFI ജില്ലാ നേതാക്കളായ ഷൈൻ ദീപു, ശരൺ ശശി തുടങ്ങിയവർ ധർണയ്ക്ക് അഭിവാദ്യം അറിയിച്ചു. ഇതുകൂടാതെ CPM പുല്ലൂർ ഏരിയ സെക്രട്ടറി S. ബിജു, CPM നേതാക്കളായ R. ശ്രീനിവാസൻ, R. സുരേഷ്, VS മണി, K. സലീം, R. സജീവൻ തുടങ്ങിയവരും സംസാരിച്ചു. സമരപരിപാടിക്ക് DYFI പ്രവർത്തകരായ SN രാജേഷ്, ശ്യാം, സതേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. Pushpa Green Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library.
In Pushpagiri, happy kids, children play, learn and grow together. Bus facilities are available. Pushpagiri Central School, Edaman 34. Managed by Pushpagiri Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം, GMB ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം മറക്കാൻ കഴിയുന്നതല്ല. നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്, മാർക്കറ്റ് റോഡ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും, പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം, പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Holy Mass Central School, Idaman. ഭക്തി കൊണ്ടും യുക്തി കൊണ്ടും എതിരായതുകൊണ്ടാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട് ചിലർ കോടതിയെ സമീപിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. പുനലൂർ അഷ്ടമംഗലം മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രങ്ങളിൽ പുതുതായി നിർമ്മിച്ച വലിയ നടപ്പന്തലിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തിയിലെ താല്പര്യം കൊണ്ടാണ് ശബരിമല സ്ത്രീ പ്രവേശത്തിന് ആവശ്യമുയർന്നതെങ്കിൽ അതിന് ഭക്തർ ദേവസ്വം ബോർഡിനെയാണ് സമീപിക്കേണ്ടിയിരുന്നതെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ചില സഹോദരിമാർക്ക് ശബരിമലയിൽ അയ്യപ്പ ഭഗവാനെ കാണാം. ഭക്തി കൊണ്ടാണെങ്കിൽ അവർ ഞങ്ങളെ സമീപിക്കുന്നു. ഭക്തിക്കും യുക്തിക്കും നിരക്കാത്തതുകൊണ്ടാണ് ചിലർ കോടതിയെ സമീപിച്ചതെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെതിരെ കോടതിയിൽ വാദമുഖമുയർത്താൻ വിദഗ്ധ അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭക്തി കൊണ്ടും യുക്തി കൊണ്ടും അല്ലാത്തത് കൊണ്ട് അവർ കോടതിയെ സമീപിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി. ശബരിമല ദർശനത്തിന് സ്ത്രീകൾക്ക് കോടതി അനുമതി നൽകിയാൽ പോലും ഭക്തരായ സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറാകില്ലത്രേ. ആരെങ്കിലും കൊണ്ടുപോയി ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് പറഞ്ഞാൽ കുടുംബിനിയായ ഏതെങ്കിലും സഹോദരി നാളെ കോടതി വിധി അനുകൂലമായാൽ പോകുമോ? പോകില്ല. ഹിന്ദുവിന്റെ മാത്രം ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തനിക്ക് അഭിപ്രായമില്ലെന്ന് വ്യക്തമാക്കിയ പ്രയാർ ആചാരാനുഷ്ഠാനങ്ങൾ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നും ചൂണ്ടിക്കാട്ടി. അപ്പൊ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഹിന്ദുവിന്റെ മാത്രം സംരക്ഷിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനുള്ള സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജ്യോതിനാഥ് അധ്യക്ഷനായി. ദേവസ്വം ബോർഡ് മുൻ അംഗം പുല്ലൂർ മധു, ചീഫ് എഞ്ചിനീയർ ജി മുരളീകൃഷ്ണൻ, ശങ്കരൻ പോറ്റി, CT പത്മകുമാർ, ശിവപ്രസാദ് നിത്യജിത്ത്, നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രഭ, പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പി റജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. പുനലൂർ ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇരുവശങ്ങളെയും അപേക്ഷിച്ച് റോഡിന്റെ ഉപരിതലം പലയിടത്തും അരയടിയിലേറെ ഉയർന്നിരിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രക്കാർ റോഡിന്റെ ഓരം ചേർന്ന് വരുമ്പോഴും മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോഴും അപകടം ഉണ്ടാവുന്നത് ഇവിടെ പതിവാണ്. തമിഴ്നാട്ടിൽ നിന്നും യാത്രക്കാർ ഏറെ എത്തുന്ന റോഡാണിത്. ഇതര സംസ്ഥാന വാഹനങ്ങളും രാത്രി യാത്രക്കാരും റോഡരികിൽ പതിയിരിക്കുന്ന ഈ അപകടക്കെണി തിരിച്ചറിയുന്നില്ല. മുൻപ് പലതവണ പ്രദേശവാസികളും ജനപ്രതിനിധികളും റോഡിന്റെ ഈ അപാകത അധികൃതരെ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ബന്ധപ്പെട്ടവർ സ്ഥലം സന്ദർശിക്കുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ഉണ്ടായില്ല. ഇവിടെ സമാന്തര സർവീസ് നടത്തുന്ന ജീപ്പ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ, 2 വീലർ സ്ഥിരമായിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇതെല്ലാം അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നാളിതുവരെയായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അധികാരി വർഗത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ നിസ്സംഗത നിലപാടുകളാണ് ഈ അധികാരി വർഗങ്ങൾ കാണുന്നത്. NH ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരത്തിൽ മാത്രം നടക്കുന്ന ഇത്രയും വലിയ ഒരു അപകടമുള്ള സ്ഥലം സന്ദർശിക്കാൻ പോലും ഇതുവരെ NH അധികാരികൾ ശ്രമിച്ചിട്ടില്ല. റോഡിന്റെ ഈ ഉയരക്കൂടുതൽ പ്ലാച്ചേരിയിലെ മാത്രം കാഴ്ചയല്ല. കലയനാട് മുതൽ മേലെ പ്ലാച്ചേരി വരെ പലയിടത്തും റോഡിൽ ഇത്തരത്തിലുള്ള അപകടകരമായ കട്ടിങ്ങുകൾ കാണാം. ഉയർന്ന ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉറപ്പിക്കുകയോ തത്തുല്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്താൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകും. അധികാരികളുടെ അലംഭാവം മൂലം നഷ്ടമാകുന്നവ ചിലപ്പോൾ കുറെ ജീവനുകളാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 1 വയസ്സുകാരന്റെ ചികിത്സാ സഹായത്തിനായി ബസ് സർവീസ് നടത്തി സമാഹരിച്ച തുക രക്ഷിതാക്കൾക്ക് കൈമാറി. ബസ് ജീവനക്കാരും ഉടമയും ചേർന്നാണ് ധനസഹായം കൈമാറിയത്. തലവൂർ മഞ്ഞക്കാല കുഴിവിള വീട്ടിൽ രാജൻ സൂസി ദമ്പതികളുടെ മകൻ 1 വയസ്സുള്ള പ്രിൻസ് രാജന്റെ ചികിത്സാ സഹായത്തിനാണ് കൊട്ടാരക്കര പത്തനാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശരണ്യ ബസിലെ ജീവനക്കാർ ധനശേഖരണം നടത്തിയത്. 2 ദിവസം ബസിന്റെ സർവീസ് കുട്ടിയുടെ ചികിത്സാ സഹായത്തിനായി മാത്രമായിരുന്നു. ജീവനക്കാർ ശമ്പളം വാങ്ങാതെ ചികിത്സാ സഹായ പദ്ധതിയിൽ പങ്കാളിയായി. ഇതറിഞ്ഞ യാത്രക്കാരും ബാക്കി വാങ്ങാതെയും അധിക തുക നൽകിയും അവർക്കൊപ്പം ചേർന്നു. സ്റ്റോപ്പുകളിൽ ബക്കറ്റ് വിരിവ് നടത്തിയും ശരണ്യ ബസിലെ ജീവനക്കാർ ധനശേഖരണം നടത്തി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലാണ് പ്രിൻസ് രാജൻ. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിലാണ് ബസ് ജീവനക്കാർ ധനശേഖരണം നടത്തിയത്. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ദിവസം ഒരു വണ്ടിക്ക് വരുന്ന കളക്ഷൻ 7,000 രൂപ 8,000 രൂപയാണെങ്കിൽ അതിലൊരു 5,000-6,000 രൂപ കൂടി ചിലപ്പോൾ സംഭാവനയായി കിട്ടുമെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ ഏതാണ്ട് 40,000-ലധികം രൂപ ആ ദിവസം നമുക്ക് കളക്ഷൻ കിട്ടും. കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ വണ്ടികളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളുകളിൽ പോയി അവരുടെ ഭവനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പൈസ, അല്ലാതെ വഴിനീളെ, അതിപ്പോൾ കൊട്ടാരക്കര മുതൽ പത്തനാപുരം വരെ സർവീസ് നടത്തുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പത്തനാപുരത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടുത്തെ കച്ചവടക്കാർ, കൊട്ടാരക്കരയിലെ കച്ചവടക്കാർ, അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ മറ്റ് റൂട്ടുകളിൽ ജോലി ചെയ്യുന്ന ബസ്സിലെ ജീവനക്കാർ, ശരണ്യ മോട്ടോഴ്സിൻ്റെ തന്നെ എല്ലാ ജീവനക്കാരും, അങ്ങനെയൊക്കെയുള്ള കോൺട്രിബ്യൂഷൻ വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 40,000-ലധികം രൂപ നമുക്ക് കിട്ടാനിടയായി. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾ ഒരു ബസ് കൂടി ഓപ്പറേറ്റ് ചെയ്യും. അന്നും ഏതാണ്ട് 30,000-ഓളം രൂപ കളക്ഷൻ ഉണ്ടാകും. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ശരണ്യ മോട്ടോഴ്സ് ഉടമ മനോജ് കുമാർ, ജീവനക്കാരായ രജനീഷ് രാജ്, വിനോദ്, വിമൽ രാജ്, അനീഷ് എന്നിവർ ചേർന്ന് പ്രിൻസ് രാജന്റെ മാതാപിതാക്കൾക്ക് ധനസഹായം കൈമാറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും
പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Carmel Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here: Civil Engineering, Computer Science and Engineering, Electrical and Electronics Engineering, Electronics and Communication Engineering, Information Technology, Mechanical Engineering, BTech Regulations, BTech Syllabus. MTech courses offered here: MTech in Communication Engineering, MTech in Computer Science and Engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. Zodiac Silks. പത്തനാപുരം സോഡിയാക്കിൽ വൻ ഡിസ്കൗണ്ട് മേള. സോഡിയാക്കിന്റെ 1ാമത് വാർഷികം പ്രമാണിച്ച് ക്ലിയറൻസ് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും 50% ഡിസ്കൗണ്ട്, കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. ഈ അവസരം ഏതാനും ദിവസങ്ങൾ മാത്രം. Zodiac Silks, opposite town, Juma Masjid, പത്തനാപുരം. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് RYF നേതൃത്വത്തിൽ പുനലൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ RSP സംസ്ഥാന കമ്മിറ്റി അംഗം M. നാസർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. വേനൽ കടുത്ത സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് RSPയുടെ യുവജന വിഭാഗമായ RYFന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ RSP സംസ്ഥാന കമ്മിറ്റി അംഗം M. നാസർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നോ കുരിയോട്ടുവര പദ്ധതിയിൽ നിന്നോ വെള്ളമെടുത്ത് ഏതാനും വാർഡുകളിൽ നൽകുവാൻ അസംബന്ധമാണ്. ആ നടപടികൾ അവർ ചെയ്യാൻ പാടില്ല. ശാശ്വതമായി പരിഹാരം കാണുക എന്ന് പറയുന്ന ഒരാളിന്റെ വീട് മുറ്റത്തുള്ള ഒരു കിണറിൽ 10, 15, 2, 5 അടി കുഴിച്ചാൽ അധികമായി വെള്ളം കിട്ടുമെങ്കിൽ ആ വെള്ളം അവർക്ക് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ സമ്പത്ത് അതിനുവേണ്ടി ഉപയോഗിക്കണം. ഗവൺമെന്റിന്റെ സമ്പത്തോ മുനിസിപ്പാലിറ്റിയുടെ അധിക സമ്പത്തോ ഉപയോഗപ്പെടുത്തി, തനത് ഫണ്ടോ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും കുടിവെള്ള പദ്ധതികളിൽ നിന്ന്, പ്രോജക്റ്റുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ജനങ്ങളെ സഹായിക്കാൻ നടപടികൾ സ്വീകരിക്കണം. അതുകൊണ്ട് വകമാറ്റി ചെലവഴിക്കുവാനുള്ള, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ആ നടപടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കമ്മിറ്റി അതിൽ നിന്ന് പിന്തിരിയണം. ഒപ്പം ശാശ്വതമായ പ്രോജക്റ്റ് കൂടെ ഉണ്ടാകണം. വർത്തമാനം പറയരുത്. വർത്തമാനം പറഞ്ഞ് ജനങ്ങളെ എക്കാലവും പറ്റിക്കാൻ കഴിയില്ല. വാചകത്തിലൂടെ, നിങ്ങൾക്ക് പ്രസംഗത്തിലൂടെ, നോട്ടീസിലൂടെ, പോസ്റ്ററിലൂടെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയാത്ത ഒരു ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ ഈ പിൻബലം അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഓരോ ദിവസം കഴിയുന്നതോടും കൂടെ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. RYF മണ്ഡലം പ്രസിഡന്റ് വിബ്ജിയോർ അധ്യക്ഷനായി. സെക്രട്ടറി ഷിബു പുളിമറ്റത്ത് സ്വാഗതം പറഞ്ഞു. UTUC താലൂക്ക് സെക്രട്ടറി ഇടമൺ B. വർഗീസ്, അംബിക, അബ്ദുൾ സലാം, പ്രശാന്തൻ പിള്ള, E. സെബാസ്റ്റ്യൻ, നജീം, നവാസ്, കരവാളൂർ രാജേഷ് എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം MLA KV ഗണേഷ് കുമാറിനെതിരെ KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. വികസന കാര്യങ്ങളിൽ ഗണേഷ് കുമാറിന്റെ അവകാശവാദം പൊള്ളയാണെന്ന് CR നജീബ് കുറ്റപ്പെടുത്തി. ഈ നിയോജകമണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ മണ്ഡലത്തിൽ നിന്ന് 15 വർഷക്കാലമായി MLAയും 2 പ്രാവശ്യക്കാലമായി മന്ത്രിയും ആയ ഒരാളിന് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെയും വികസനത്തിൻ്റെയും കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അന്ന് 2 or 3 പാലങ്ങൾ പണിഞ്ഞു എങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംഭാവനയാണ്. ആ ഗവൺമെൻറ് സംഭാവനയാണ്. അന്നത്തെ UDFന്റെ സംഭാവനയാണ്. അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ പ്രധാന ഘടകമല്ലേ 15 വർഷക്കാലമായി ഒരു MLAക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുമായിരുന്നു. ഈ 15 വർഷക്കാലത്തിനുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 1971 മുമ്പിലുള്ള 25,000-ഓളം ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് പട്ടയം വാങ്ങിക്കൊടുക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ?
LDF നേതാക്കൾക്കെതിരെ അധികാരത്തിലിരുന്നപ്പോൾ ഗണേഷ് കുമാർ നൽകിയ പരാതികളെപ്പറ്റിയും കേസുകളെപ്പറ്റിയും LDF നയം വ്യക്തമാക്കണമെന്ന് CR നജീബ് ആവശ്യപ്പെട്ടു. LDFന്റെ നിരവധി നേതാക്കന്മാരുടെ പേരിൽ അദ്ദേഹത്തിന്റെ അന്നത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആളുകളുടെ പേരിൽ അദ്ദേഹം കേസെടുപ്പിച്ചിട്ടുണ്ട്. ആ കേസുകളെ സംബന്ധിച്ച് LDF മറുപടി പറയണം. അന്നത്തെ പ്രതിയോഗിയായി നിന്നുകൊണ്ട് LDFന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും കേസെടുപ്പിച്ചിട്ടുള്ള KV ഗണേഷ് കുമാറിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾ കഴിയുമോ? പ്രതിപക്ഷ നേതാവിനെ പോലെ ഉന്നതനായ LDF നേതാവിനെ പരസ്യമായി ആക്ഷേപിച്ച ഗണേഷ് കുമാറിനെയാണ് ഇപ്പോൾ LDF കൂടെ കൂട്ടിയിരിക്കുന്നതെന്നും CR നജീബ് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഉന്നത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ പരസ്യമായി കാമപ്രാന്തൻ എന്ന് വിളിച്ച ഒരു MLA വീണ്ടും ഇടതുപക്ഷത്തേക്ക് UDF നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. YMCA പുനലൂർ സബ് റീജിയൻ ത്രൈമാസ സമ്മേളനവും വിശുദ്ധ വാരാചരണ പരിപാടികളുടെ ഉദ്ഘാടനവും പത്തനാപുരത്ത് സംഘടിപ്പിച്ചു. YMCA നാഷണൽ ചെയർമാൻ ലെവി ഫിലിപ്പ് മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം YMCA ഹാളിൽ നടന്ന സമ്മേളനം YMCA നാഷണൽ ചെയർമാൻ ലെവി ഫിലിപ്പ് മാത്യു ഉദ്ഘാടനം ചെയ്തു. 5.5 കോടിയിലധികം അംഗങ്ങള് ലോകത്തിൽ ഈ പ്രസ്ഥാനത്തില് പ്രവർത്തിക്കുന്നു. 145ഓളം രാജ്യങ്ങളില് YMCA ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നു. പത്തനാപുരം പോലെ 1 ലക്ഷത്തിലധികം ശാഖകൾ ലോകമെമ്പാടും പ്രവർത്തിക്കുക. അവിടെയാണ് ഞാൻ അഭിമാനിക്കുന്നത്. ലോകം കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിലെ അംഗമാണ് ഞാൻ. പുനലൂർ സബ് റീജിയൻ ചെയർമാൻ ബാബു ഉമ്മൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. YMCA നാഷണൽ പ്രോപ്പർട്ടി കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ജോയ്സി ജോർജ് മുഖ്യ സന്ദേശം നൽകി. കേരള റീജിയൻ വർക്കിംഗ് ചെയർമാൻ മാമൻ സക്കറിയ വിശുദ്ധ വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ദേശീയ നിർവാഹക സമിതി അംഗം KO രാജുക്കുട്ടി YMCA പുനലൂർ സബ് റീജിയൻ കുടുംബത്തിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ ആദരിച്ചു. മൌണ്ട് ടാബോർ ഹൈസ്കൂൾ ഡയറക്ടർ ഫാദർ ബെഞ്ചമിൻ ധ്യാന പ്രസംഗം നടത്തി. ജനറൽ കൺവീനർ അലക്സാണ്ടർ ജേക്കബ്, പ്രസിഡന്റ് ഷാജി C വർഗീസ്, സെക്രട്ടറി അലക്സ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. YMCAയ്ക്കായി പുതുതായി നിർമ്മിച്ച 1ാം നിലയുടെ കൂദാശാകർമ്മം ഫാദർ ബെഞ്ചമിന്റെ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ ലോറിക്കടിയിൽപ്പെട്ട് വൃദ്ധൻ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശി. കോടതി അനുവദിച്ചാലും ഭക്തരായ സ്ത്രീകൾ ശബരിമലയിൽ കയറില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. ആചാരാനുഷ്ഠാനങ്ങൾ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നും പ്രയാർ. KB ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. വികസന കാര്യങ്ങളിൽ MLAയുടെ അവകാശവാദം പൊള്ളയെന്നും CR. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.